ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പലിങ്ങീൻ പൊരിക്കണ റെസിപ്പി ആയിട്ടാട്ടോ. പലിങ്ങീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ മുട്ടയാണ്. പലിങ്ങീനിൽ ഏറ്റവും ടേസ്റ്റ് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് നമ്മുടെ ചാളയുടെ പലിങ്ങീൻ കഴിക്കാനാട്ടോ. ചാളയുടെ പലിങ്ങീനോളം ടേസ്റ്റുള്ള മീൻ മുട്ട വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇത് ചാളയുടെ അല്ല, വേറെ വലിയ മീനുകളുടെ എന്തൊക്കെയൊക്കെയോ 2-3 ഐറ്റത്തിൻ്റെ പലിങ്ങീൻ ഒന്നിച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ കടയിൽ നിന്ന്. അപ്പോൾ അതിലേക്ക് വേറെ കാര്യമായിട്ടൊന്നും നമ്മൾ ചേർക്കണില്ല. കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നമ്മൾ സത്യം പറഞ്ഞതിൽ എന്ത് ചേർത്താലും നമ്മൾ പിടിക്കാത്ത പോലെ ആയിരിക്കും, ഇങ്ങനെ വെളുത്ത് തന്നെ ഇരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇട്ട് കൊടുക്കുകയായിരിക്കും പിന്നെയും നല്ലത്. എങ്ങനെയാലും കുഴപ്പമില്ല, പലിങ്ങീനല്ല അത്. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞാൽ തന്നെ അത് നല്ല ടേസ്റ്റായി. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും അതിൽ ചേർക്കണില്ല. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു തുണ്ട് മുളക് പൊടി, അത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അത് എത്ര മിക്സ് ചെയ്താലും അതിൽ പിടിക്കാത്ത ഫീൽ തന്നെയായിരിക്കും നമുക്ക്. അത് ചാളയുടെ പലിങ്ങീനായാലും അങ്ങനെ തന്നെയാണ്. ഈ പലിങ്ങീനെന്ന് ഞങ്ങൾ തൃശ്ശൂർ സൈഡിൽ പലിങ്ങീന്നാണ് പറയട്ടോ, ബാക്കിയുള്ളവർക്ക് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്കിത് പലിങ്ങീനാണ്, മീനിൻ്റെ പലിങ്ങീൻ. അത് മീനിൻ്റെ പലിങ്ങീൻ കിട്ടിക്കഴിഞ്ഞാൽ അടികൂടി കഴിക്കുന്ന ഒരു സാധനമാണ് മീനിൻ്റെ. അപ്പം എൻ്റെ അമ്മ പറ്റിച്ചിട്ട് കറിയിൽ തന്നെ ഇട്ട് വയ്ക്കും. പിന്നെ കറി കിട്ടണ നേരത്തെ ഈ ഇതിൽ പലിങ്ങീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു തല്ലോട്ടം ഞങ്ങൾ ചെറുതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ എണ്ണം നോക്കിയിട്ട് ഇത്ര എണ്ണം എനിക്ക് ഒരെണ്ണം നിനക്ക് ഒരെണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിക്കാറുണ്ട്. എന്തായാലും സംഭവം ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ച് ഇതുവരെ പലിങ്ങീൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ചാളയുടെ കഴിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ്. ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ചാളയേക്കാൾ ഇതിന് അത്ര ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ ചാളയാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് അതൊന്നും പൊരിയാറായപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട്. അപ്പോൾ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് മുഴുവൻ പൊട്ടിത്തെറിച്ച് നമ്മുടെ മേലേക്ക് വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് നല്ല സീനായി മാറും. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനീസ് ചാനി വ്ളോഗ്സ്, അതിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1600-ലധികം വീഡിയോസായി. കുക്കിംഗ്, ക്രാഫ്റ്റ്, ആർട്ട് വർക്ക്, ഹെൽത്ത് ടിപ്സ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിനീസ് ചാനി വ്ളോഗ്സ്. അപ്പോൾ ബായ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. താങ്ക്